വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ബാക്കി പഠിക്കാനുള്ളത് എക്സസൈസ് ആണ്. മിസലേനിയസ് എക്സസൈസും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ ലാസ്റ്റായിട്ട് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് 2 cos pi by 13 cos 9 pi by 13 plus cos 5 pi by 13 plus cos 3 pi by 13 equal to 0. ഇത് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2 cos pi by 13 cos 9 pi by 13 എന്തിൻ്റെ ഒരു ഇക്വേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ cos x plus cos y എന്താണെന്നറിയാം. പക്ഷേ രണ്ട് ഫോർമുലയും കൂടെ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ഫസ്റ്റ് 2 cos pi by 13 cos 9 pi by 13 അത് ഞാൻ അവിടെ തന്നെ വെച്ചു. ഓക്കെ, സോ ഞാൻ LHS എഴുതാൻ പോവാണ്. സോ വാട്ട് ഇസ് മൈ LHS? LHS ഇസ് ഈക്വൽ ടു 2 cos pi by 13 cos 9 pi by 13 പ്ലസ് അടുത്തത് ഇത് നോക്കൂ, ഇത് cos x പ്ലസ് cos y ഫോം അല്ലേ? അപ്പോൾ നമുക്കറിയാലോ എന്തായിരുന്നു cos x പ്ലസ് cos y? 2 cos x plus y by 2 cos x minus y by 2. അപ്പോൾ ഞാൻ ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു? cos x plus y equal to cos x plus y by 2 2 cos x plus y by 2 cos x minus y by 2. അപ്പോൾ ഇവിടെ x എന്തായിരുന്നു? x ഇതാണ്. y എന്തായിരുന്നു? ഇത് y ആണ്. സോ അത് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 cos x plus y by 2. അപ്പോൾ x plus y by 2 cos x minus y by 2. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 5 pi by 13 മൈനസ് 3 pi by 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വന്നു? ഇത് 2 cos pi by 13 cos 9 pi by 13 പ്ലസ് ഈ 2 cos ഈ സംഭവത്തിന് ഞാൻ ആഡ് ചെയ്ത് എന്ത് വരും? 8 pi by 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതെന്താണ്? 2 cos 8 pi by 26. ഓക്കെ, അതേപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? cos 5 pi മൈനസ് 3 pi. അപ്പോൾ അത് 2 pi വരും. 2 pi by 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2 pi by 26 എന്ന് വരും അല്ലേ? 2 pi by 26 എന്ന് വരും. പക്ഷേ നമുക്കറിയാം എന്താണ് 2 pi by 26ന് നമുക്ക് എന്ത് മാറ്റി എഴുതാം? 2 pi by 26നെ മാറ്റിയിട്ട് നമുക്ക് pi by 13 എന്ന് എഴുതാമല്ലോ. 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് എഴുതി? 2 cos pi by 13 എഴുതി. അപ്പോൾ എനിക്ക് എന്തെടുക്കാൻ പറ്റും? ഈ pi by 13 രണ്ടിലും cos pi by 13 രണ്ടിലും കോമൺ ആണ്. സോ എനിക്കത് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 ഔട്ട് സൈഡ് എടുക്കാം. അതേപോലെ എന്താണ്? cos pi by 13. അപ്പോൾ ഞാൻ cos pi by 13 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? cos 9 pi by 13 പ്ലസ് ഇവിടെ cos 8 pi by 26 അല്ലെങ്കിൽ എന്ത് വരും? cos 8 pi by 26 ബാക്കി വരും. അവിടെ നമ്മൾ pi by 13 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ cos 8 pi by 26. ഈ 8 pi by 26 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 pi by 13 എഴുതാമല്ലോ. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ എഴുതാൻ പോവാണ്. സോ ദാറ്റ് ബിക്കംസ് 4 pi by 13. 4 pi by 13 അല്ലേ? ഇതിന് ഞാൻ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് എന്ത് വരും? 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 ആവും. അതേപോലെ തന്നെ ഇത് 13 ആവും. സോ നെക്സ്റ്റ്, അപ്പോൾ ഇനി അടുത്ത ഇതിലെന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനി ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം. സിമിലർ പിന്നെയും വന്നു മറ്റേ സാധനം എന്ത്? cos pi by 13 9 pi by 13 cos 4 pi by 13. അപ്പോൾ സോ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് cos a പ്ലസ് cos bൻ്റെ ഫോർമുല എഗെയിൻ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം കൂടെ കിട്ടും. ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഞാൻ അത് എഴുതാൻ പോവാണ്. 2 cos pi by 13 ഇവിടെ cos a പ്ലസ് cos b നമുക്കറിയാലോ എന്താണ്? 2 cos x പ്ലസ് y by 2 cos x മൈനസ് y by 2. അപ്പോൾ അത് ഞാൻ വീണ്ടും ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 cos x പ്ലസ് y by 2. അപ്പോൾ 9 pi പ്ലസ് 4 pi by 13 by 2 cos x മൈനസ് y. 9 pi മൈനസ് 4 pi അല്ലേ? 9 pi മൈനസ് 4 pi ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 13 ഡിവൈഡഡ് ബൈ 2 അല്ലേ? a മൈനസ് b ബൈ 2 9 pi മൈനസ് 4 pi ബൈ 13 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റിൽ എന്ത് വരും? 2 cos pi by 13. ദിസ് ഇംപ്ലൈസ് 2 cos pi by 13 ഔട്ട് സൈഡ് വന്നു. ബാക്കി എന്തായിരുന്നു? 9 pi പ്ലസ് 4 pi by 13. അപ്പോൾ 2
കോസ് 9π + 4π. അപ്പോൾ എന്ത് വരും? 13π അല്ലേ? 13π/26 കോസ് ബാക്കി എന്താണുള്ളത്? 9π - 4π. അപ്പോൾ 5π/26 വരും അല്ലേ? അപ്പോൾ കോസ് 5π/26 വന്നു. ഇനി എന്ത് ചെയ്യണം? ഇതാ 2 കോസ്, ഈ 2 × 2 4 ആവും അല്ലേ? അപ്പോൾ എന്തായി? 4 കോസ് π/13 കോസ് 13π/26. 13π/26 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. 13 × 2 ആണല്ലോ 36. അപ്പോൾ അത് എന്താണ്? π/2 ആണ് അല്ലേ? സോ ദിസ് ഇസ് π/2. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? കോസ് π/2 കോസ് 5π/26. പക്ഷേ നമുക്കറിയാലോ കോസ് π/2 എന്താണ്? കോസ് π/2 കോസ് 90 0 അല്ലേ? സോ 0 × എന്ത് സംഭവം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും? ഇതിന് എനിക്ക് 4 കോസ് π/13 കോസ് 5π/26 ഇൻറ്റു 0 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഈക്വൽ ടു RHS ആണ്. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? RHS 0 അല്ലേ? സോ ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് പഠിച്ചത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? sin 3x + sin x ഇൻറ്റു sin x പ്ലസ് cos 3x - cos x ഇൻറ്റു cos x. ഇത് ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കൂ, ഇവിടെ നമുക്ക് sin x + sin y-ൻ്റെ ഫോർമുല അറിയാം അല്ലേ? അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ ഇതെന്താണ്? cos x - cos y ആണ്. cos x - cos y എന്താ? അതും നമുക്ക് അറിയാമല്ലോ, പഠിച്ചതാണ്. അപ്പോൾ ഈ 2 ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ LHS എഴുതാൻ പോവാണേ. സോ വാട്ട് ഇസ് LHS? LHS ഇസ് sin 3x + sin x ഇൻറ്റു ബാക്കി പിന്നെ എന്താ ഉള്ളത്? sin x വരും അല്ലേ? sin x പ്ലസ് cos x - cos y. അപ്പോൾ ദിസ് ഇസ് cos x മൈനസ് cos 3x ആയിരുന്നു അല്ലേ? cos 3x മൈനസ് cos x ഇൻറ്റു cos x. ഇതാണ് നമ്മൾ LHS. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ഈ sin x + sin y-ൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാം. sin x + sin y എന്തായിരുന്നു? 2 sin x + y/2 cos x - y/2. അപ്പോൾ അത് ഞാനിവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 2 എന്തായിരുന്നു? 2 sin x + y/2 അല്ലേ? അപ്പോൾ x + y/2 cos x - y/2. ഇവിടെ x-ഉം y-ഉം എന്താണ്? ഇതാണ് x, ഇതാണ് y. അപ്പോൾ ഞാൻ ഇതിനെ x - y ചെയ്തു. സോ എന്ത് വരും? 3x - x/2. ഓക്കെ. നെക്സ്റ്റ് ഇത് ഇൻറ്റു sin x ഇൻറ്റു എന്തും കൂടെ ഉണ്ട് അവിടെ? sin x ഉണ്ട് പ്ലസ് ഇതെന്താ? cos x - cos y. എഗെയിൻ x 3xും y എന്നുള്ളത് x ആയിട്ട് എടുത്തു. അപ്പോൾ cos x - cos y എന്തായിരുന്നു? -2 sin x + y/2 sin x - y/2. അപ്പോൾ ഞാനത് എഴുതാൻ പോവാണ്. -2 sin x + y/2 x + y/2 sin x - y/2. അപ്പോൾ എന്ത് വരും? 3x - x/2. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ അല്ലേ ഇവിടെ ഇൻറ്റു cos x എന്നുള്ള ആ ഒരു ടേമും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഇൻറ്റു cos x എന്നുള്ള അതും കൂടെ എഴുതി. ഇനിയൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താ വരിക? 2 sin 3x + x 4x 4x/2 2x cos 3x - x 2x 2x/2 x ഇൻറ്റു sin x പ്ലസ് അല്ല മൈനസ് അല്ലേ വരിക? അവിടെ എന്താ ഉള്ളത്? മൈനസ് ആണ് അല്ലേ? പ്ലസും മൈനസും മൈനസ് ആവും. അപ്പോൾ 2 sin 3x + x 4x / 2x വരും. 2x sin 3x - x. അപ്പോൾ എന്ത് വരും? 2x വരും. 2x/2 എന്നുള്ളത് x ആണ്. x ബാക്കി എന്തും കൂടെ ഉണ്ട്? cos x-ഉം കൂടെ ഉണ്ട്. സോ ഇതെന്ത് കിട്ടി? 2 sin 2x cos x sin x 2 sin 2x cos x sin x. അപ്പോൾ രണ്ടും സെയിം ടേം ആണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു 0, ദിസ് ഇസ് ഈക്വൽ ടു RHS. ഇതല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്? ഇത് 0 എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്തത്? ഇവിടെ നമ്മൾ sin a + b sin a + sin b യൂസ് ചെയ്തു. പിന്നെ എന്തും കൂടെ യൂസ് ചെയ്തു? cos a - cos b.
ഈ രണ്ട് സംഭവമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? cos x plus cos y the whole square plus sin x minus sin y the whole square. ഇതെന്ത് ചെയ്യണം? 4 cos square x plus y by 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ സംഭവം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനാണ് തോന്നുക? ഇതൊരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ. അപ്പോൾ നമ്മൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ LHS എഴുതാൻ പോവാണ്. LHS എന്താണ്? LHS ഇംപ്ലൈസ് cos x plus cos y whole square plus sin x minus sin y whole square. ഇതാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ ഇവിടെ ഞാനൊരു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ അറിയാലോ, a സ്ക്വയർ. അപ്പോൾ എന്തായി? കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2ab 2 കോസ് എക്സ് കോസ് വൈ പ്ലസ് എന്താണ്? ബി സ്ക്വയർ. അപ്പോൾ എന്തായി? കോസ് സ്ക്വയർ വൈ. അടുത്തത് എന്താണ്? അടുത്ത ഇതേപോലെ a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് പറഞ്ഞു. അതും എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് പ്ലസ് അല്ല മൈനസ് വരും അല്ലേ, ബിക്കോസ് ഇത് മൈനസ് ആണല്ലോ. അപ്പോൾ മൈനസ് 2ab മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ പ്ലസ് എന്താണ്? സൈൻ സ്ക്വയർ വൈ. ഓക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കിട്ടി അല്ലേ. അപ്പോൾ ഞാൻ അതിനെ ഒരുമിച്ച് എഴുതി. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് പിന്നെ എന്താ ഉള്ളത്? കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ. അപ്പോൾ അതിന് ഞാൻ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ എഴുതി. പിന്നെ എന്ത് വന്നു? പ്ലസ് 2 കോസ് എക്സ് കോസ് വൈ, അതേപോലെ മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ ഞാൻ അവിടെ പ്ലസ് 2 കോസ് എക്സ് കോസ് വൈ, ബാക്കി എന്ത് വന്നു? മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ എഴുതി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? നമുക്കറിയാലോ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 ആണെന്ന് അറിയാം അല്ലേ. അതിന് ഞാൻ 1 എഴുതി. പിന്നെന്താണ്? കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ, അതും എന്ത് തന്നെയാണ്? 1 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് പിന്നെ എന്താ ബാക്കിയുള്ളത്? 2 കോസ് എക്സ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വന്നു? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 + 1 2 വരും അല്ലേ. ദിസ് ഇംപ്ലൈസ് 2 + 2 ഇൻറ്റു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അതെന്തായിരുന്നു? നമ്മൾ പറഞ്ഞു കോസ് എക്സ് പ്ലസ് വൈ അല്ലേ. കോസ് എക്സ് പ്ലസ് വൈ ആണല്ലോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ ഇതിന് ഞാൻ കോസ് എക്സ് പ്ലസ് വൈ എന്ന് വിളിച്ചു. നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ ഫോർമുല. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പഠിച്ചു. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ 2നെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? 2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 1 + കോസ് എക്സ് പ്ലസ് വൈ എന്നായില്ലേ. ഓക്കെ, ഇങ്ങനെ കിട്ടി. പക്ഷെ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ RHS എത്തിയോ? RHS എത്തിയിട്ടില്ല. RHS എത്താൻ വേണ്ടിയിട്ട് അവിടെ എക്സ് പ്ലസ് വൈ ബൈ 2 ആയിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ കോസ് 2x എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇൻറ്റു ഫസ്റ്റ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് വൈനെ ഞാൻ എന്ത് ചെയ്തു? കോസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് എഴുതി. തെറ്റില്ലല്ലോ. 2 ക്യാൻസൽ ചെയ്താൽ കോസ് എക്സ് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കോസ് 2xൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, കോസ് 2xൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 ആണുള്ളത്. അപ്പോൾ നമുക്കറിയാലോ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ് എന്ത്? കോസ് 2x എന്നറിയാം. അപ്പോൾ സോ ഞാനത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്? ആ ഫോർമുല കൊടുത്തിട്ടുള്ളത്. 2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഇവിടുത്തെ എക്സ് എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്. അപ്പോൾ ഞാൻ അത് ഇവിടെ യൂസ് ചെയ്തു. സോ എന്ത് വന്നു? ദിസ് ഇംപ്ലൈസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വന്നു? 1 - 1 0 ആയി അല്ലേ. അപ്പോൾ അവിടെ എന്ത് വന്നു? 2 തന്നെ വന്നു. 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നിന്ന് നമുക്ക് 2 ഇൻറ്റു 2 4 കിട്ടും. അപ്പോൾ 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? RHS ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം.
നമ്മളിവിടെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്തത്? ഇവിടെ നമ്മൾ ഫസ്റ്റ് cos 2xൻ്റെ സംഭവം യൂസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും യൂസ് ചെയ്തോ? അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ cos x + y എന്താണെന്ന് യൂസ് ചെയ്തു. അതേപോലെ cos 2x അതെന്താണെന്ന് യൂസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cos x - cos y the whole square plus sin x - sin y the whole square plus 4 sin square x - y/2. ഇത് എന്താണ്? സെയിം ആണ്, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഞാൻ LHS എഴുതി. സോ LHS ഇംപ്ലൈസ് cos x minus cos y whole square plus sin x minus sin y whole square എഴുതി. നമ്മൾ നേരത്തെ എന്തായിരുന്നു ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തു അല്ലേ? a + b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്? a - b the whole square ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? cos square x minus 2 cos x cos y പ്ലസ് എന്ത് വന്നു? cos square y plus sin square x plus sin square y minus 2 sin x sin y 2 sin x sin y. അപ്പോൾ ഇതെന്ത് വരും? പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു അല്ലേ? cos square x sin square x ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ cos square x plus sin square x എന്ത് വരും? cos square y plus sin square y minus 2 cos x cos y minus 2 cos x cos y minus 2 sin x sin y. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? cos square x plus sin square x എന്താണ്? 1 ആണെന്ന് അറിയാം. ഇതും അതേപോലെ തന്നെ എന്താണ്? 1 ആണെന്ന് അറിയാം. പിന്നെ അവിടെ എന്ത് വരും? ബാക്കി മൈനസ് 2 cos x cos y sin x sin y. അവിടെ ഞാൻ മൈനസ് 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വന്നു? cos x cos y മൈനസ് അല്ല പ്ലസ് വരും അല്ലേ? മൈനസ് 2 ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ പ്ലസ് അല്ലേ വരിക? ഇൻറ്റു സൈൻ വൈ sin x sin y എന്ന് വരും. അപ്പോൾ cos x cos y പ്ലസ് sin x sin y എന്താണ്? cos x minus y ആണ്, അറിയാലോ. cos x minus y ആണ്. അപ്പോൾ ഞാൻ ഇതിനെ 1 + 1 2 മൈനസ് 2 ഇതെന്തായിരുന്നു? cos x minus y ആയിരുന്നു അല്ലേ? cos x minus y. ഇതിനെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 2 minus 2 cos x minus y എന്ന് വന്നു അല്ലേ? 2 - 2 cos x minus y. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x minus y/2 എന്നാണ് ഉള്ളത് കിടക്കുന്നത്. അപ്പോൾ അതിനെ ആ ഒരു ഫോമിലാക്കണം. 2 × x minus y/2 സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 2 - 2 cos x minus y അതിനെ 2 × x minus y ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇതിൽ വിച്ച് ഇംപ്ലൈസ് 2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. 2 ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 1 മൈനസ് കോസ്. ഇനി ശ്രദ്ധിക്കുക, ഇതെന്തായിരുന്നു? cos 2x ഫോർമുല. അപ്പോൾ cos 2x എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ് എന്തായിരുന്നു? എക്സ് എന്നുള്ളത് x minus y/2 ആണ് അല്ലേ? ഇവിടെ എക്സ് ഞാൻ x minus y/2 എടുത്തു. അപ്പോൾ cos 2x എന്തായിരിക്കും? നമ്മൾ പഠിച്ചു നേരത്തെ 2 cos square x minus 1 ആണോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ആൻസർ വരുന്നത് എന്താ? സൈൻ സ്ക്വയറിൻ്റെ ടേമിലാണ്. അപ്പോൾ നമ്മൾ സൈൻ സ്ക്വയർ വന്നിട്ടുള്ള ഫോർമുല ഏതാണോ നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ സൈൻ സ്ക്വയറിൻ്റെ ടേമിൽ കിട്ടുള്ളൂ. അപ്പോൾ 1 - 2 sin square x ആയിരുന്നു എന്ത്? cos 2x. 1 - 2 sin square x അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. cos 2x എന്നുള്ളത് എന്തായിരുന്നു? cos 2x = 1 - 2 sin square x. ഓക്കെ, 1 - 2 sin square x ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 - 2 sin square x minus y/2. എന്തിനാ ഞാൻ കൊടുത്തത്? ഇതിന് cos 2x minus y/2 ഞാൻ മാറ്റി 2 sin square 1 - 2 sin square x minus y/2 എന്ന് കൊടുത്തു. പ്രശ്നമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇംപ്ലൈസ് 2 × 1 - 1 പ്ലസ് 2 cos അല്ല സൈൻ 2 sin square x minus y/2. ഓക്കെ, പിന്നെ 1 - 1 ക്യാൻസലായി. അവിടെ എന്ത് വന്നു? 2 മാത്രമേ ഉള്ളൂ അല്ലേ? 2 × 2
സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ എന്ത് കിട്ടി? 2 × 2 4. അപ്പോൾ 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് എന്ത്? RHS. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. എന്ത് കിട്ടി? RHS കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റിൽ നമുക്ക് സൈൻ എക്സ് അറിയാം, സൈൻ 3x അറിയാം, ഇതെല്ലാം അറിയാം. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ? ലൈക്ക് ഇപ്പോൾ ഇവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ 3x ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എ പ്ലസ് സൈൻ ബിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. അതേപോലെ ഇവിടെ എന്ത് തന്നെയാണ്? ഇവിടെ അതേപോലെ തന്നെ സൈൻ 5x പ്ലസ് സൈൻ 7x ആണ്. അവിടെ എന്ത് തന്നെ അപ്ലൈ ചെയ്യാം? സൈൻ എ പ്ലസ് സൈൻ ബിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? LHS നോക്കാം. LHS ഇംപ്ലൈസ് സൈൻ എ പ്ലസ്, ഫസ്റ്റ് നമ്മൾ ഈ സംഭവം ചെയ്യുക. അപ്പോൾ അത് സൈൻ എ പ്ലസ് സൈൻ ബി അല്ലേ? സൈൻ എ പ്ലസ് സൈൻ ബി. അടുത്തത് പിന്നെ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സൈൻ 5x പ്ലസ് സൈൻ 7x. ഇതാണ് LHS. ഇത് ഞാൻ ആഡ് ചെയ്ത് എന്ത് വരും? സൈൻ എ പ്ലസ് സൈൻ ബി എന്തായിരുന്നു? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് അടുത്തത് എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി അഗെയിൻ. അപ്പോൾ എന്ത് വരും? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ എക്സ് പ്ലസ് 3x എന്താണ്? 4x ആണ്. 4x ബൈ 2 എന്നുള്ളത് 2x ആണ്. 2 സൈൻ 2x കോസ് കോസ് എക്സ് മൈനസ് കോസ്, ഇവിടെ മൈനസ് വരും അല്ലേ? കോസ് മൈനസ് 2x ബൈ 2. അപ്പോൾ മൈനസ് എക്സ് വരും. പ്ലസ് 2 ഇൻറ്റു സൈൻ 5x പ്ലസ് 7x. അപ്പോൾ എന്ത് വരും? 7 പ്ലസ് 5 12x ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6x വരും അല്ലേ? 2 സൈൻ 6x കോസ് 5x മൈനസ് 7x. എഗെയിൻ എന്താണ്? മൈനസ് 2x ആണ്. അപ്പോൾ മൈനസ് 2x ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് മൈനസ് എക്സ് ആണ്. ഇനി നമുക്കറിയാം കോസ് മൈനസ് എക്സ് എന്തായിരുന്നു? കോസ് എക്സ് ആണ്. സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. കോസ് മൈനസ് എക്സ് എന്ത് തന്നെയാണ്? കോസ് എക്സ് ആണ്. അപ്പോൾ ഞാൻ 2 സൈൻ 2x കോസ് എക്സ് പ്ലസ് 2 സൈൻ 6x കോസ് മൈനസ് എക്സിന് ഞാൻ എന്ത് എഴുതി? കോസ് എക്സ് തന്നെ എഴുതി. സോ ദിസ് ഇംപ്ലൈസ് 2 സൈൻ 2x കോസ് എക്സ് പ്ലസ് 2 സൈൻ 6x കോസ് എക്സ്. ഇതിൽ വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഈ 2x കോമൺ ആണ് അല്ലേ? മീൻസ് കോസ് എക്സ് കോമൺ ആണ്, 2ഉം കോമൺ ആണ്. അപ്പോൾ ഞാൻ ആ കോമൺ ഉള്ള സംഭവങ്ങൾ ഔട്ട്സൈഡ് എടുത്തു. എന്താണ്? 2 കോസ് എക്സ് കോമൺ ആണ്. സോ ഞാൻ അത് ഔട്ട്സൈഡ് എടുത്ത് ഇവിടെ ബാക്കി എന്ത് വരും? സൈൻ 2x വരും. ദിസ് ഇസ് സൈൻ 2x പ്ലസ് സൈൻ 6x. കിട്ടിയല്ലോ. ഇപ്പോൾ ആൻസർ ആയോ? ആൻസർ ആയിട്ടില്ല. 2 കോസ് എക്സ് കിട്ടി. ഇനി സൈൻ എ പ്ലസ് സൈൻ ബി ഫോമിലല്ലേ ഇത് വീണ്ടും കിടക്കണേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എ പ്ലസ് ബി എന്താണെന്നുള്ള സംഭവം യൂസ് ചെയ്യാം. അറിയാലോ സൈൻ എ പ്ലസ് സൈൻ ബി എന്താണെന്നുള്ളത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 കോസ് എക്സ് ഇൻറ്റു എന്തായിരുന്നു? സൈൻ 2x പ്ലസ് സൈൻ 6x അല്ലേ? സൈൻ 2x പ്ലസ് സൈൻ 6x. അപ്പോൾ എന്ത് വരും? 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സിമ്പിളാണ്. 2 സൈൻ എ പ്ലസ് സൈൻ ബി അല്ലേ? അപ്പോൾ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് സൈൻ വരും. ഇത് സൈൻ എ മൈനസ് സൈൻ ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? കോസ് വരും ഫസ്റ്റ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ എന്ത് വരും? സൈൻ വരും. സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് കോസ് വരും. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് സൈൻ ആയതുകൊണ്ട് സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇംപ്ലൈസ് 2 കോസ് എക്സ് ഇവിടെ 2 സൈൻ 2x പ്ലസ് 6x 8x ബൈ 2 4x കോസ്
2x മൈനസ് 6x മൈനസ് 4x ഡിവൈഡഡ് ബൈ 2 മൈനസ് 2x കിട്ടി. ഇനി ഇതറിയാലോ നമുക്ക് കോസ് മൈനസ് എക്സ് എന്ത് തന്നെയാണ്, കോസ് എക്സ് ആണെന്ന് അറിയാം. സോ ഇതിന് ഞാൻ 2 കോസ് എക്സ് ഇൻറ്റു 2 സൈൻ 4x ഇൻറ്റു കോസ് 2x എന്ന് എഴുതി. അപ്പോൾ ഇതന്നെയാണ് എന്ത്, ദിസ് ഇംപ്ലൈസ് 2 ഇൻറ്റു 2 4 അല്ലേ, 4 കോസ് എക്സ് കോസ് 2x ഞാൻ എഴുതി, സൈൻ 4x എഴുതി. ഇതല്ലേ നമ്മൾ RHS കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഒന്നുമില്ല, നമ്മൾ ഫോർമുലാസ് ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇതും എന്താണ്, ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, ഇതൊക്കെ ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സൈൻ എ പ്ലസ് സൈൻ ബി അപ്ലൈ ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെ കോസ് എ പ്ലസ് കോസ് ബി അപ്ലൈ ചെയ്യുക. അത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. LHS ഇംപ്ലൈസ്, LHS എന്താണ്, സൈൻ 7x പ്ലസ് സൈൻ 5x പ്ലസ് സൈൻ 9x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 7x പ്ലസ് കോസ് 5x പ്ലസ് കോസ് 9x പ്ലസ് കോസ് 3x. ഇവിടെ നമ്മൾ ഫസ്റ്റ് സൈൻ എ പ്ലസ് സൈൻ ബിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. സൈൻ എ പ്ലസ് സൈൻ ബി എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ എന്താണ് 7x പ്ലസ് 5x ബൈ 2 കോസ് എക്സ് മൈനസ് 5 ബൈ 2. അപ്പോൾ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 പ്ലസ് അടുത്തത് എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി അഗൈൻ. അപ്പോൾ എന്ത് കിട്ടി, 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് 5 ബൈ 2 കോസ് എക്സ് മൈനസ് 5 ബൈ 2 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഒന്ന് വരുമോ, വന്നു. ഇനി എന്തായി, അഗെയിൻ ഈ സാധനം ഇതെന്തായിരുന്നു, കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എ പ്ലസ് കോസ് ബി എന്തായിരുന്നു, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് കോസ് എ പ്ലസ് കോസ് ബി അഗെയിൻ അതെന്തായിരുന്നു, 2 കോസ് ആവുമ്പോൾ എന്ത് തന്നെയാണ്, രണ്ടും കോസാണ്, 2 കോസ് 9x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 കോസ് 9x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈൻ 7x പ്ലസ് 5x 7x പ്ലസ് 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 12x ബൈ 2. അപ്പോൾ 2 സൈൻ 6x കോസ് 7 മൈനസ് 5 2 2x ബൈ 2 1x. അപ്പോൾ 2 സൈൻ 6x കോസ് x കിട്ടും അല്ലേ. ദിസ് ഇംപ്ലൈസ് 2 സൈൻ 6x കോസ് x പ്ലസ് അടുത്തത് ഇതെന്താണ്, 2 സൈൻ 9 പ്ലസ് 3 12. അപ്പോൾ 2 സൈൻ 6x കോസ് ഇവിടെ 6x ബൈ 2 എന്നുള്ളത് 3x. അപ്പോൾ 2 സൈൻ 6x കോസ് 3x എന്ന് കിട്ടും. 2 സൈൻ 6x കോസ് 3x ഡിവൈഡഡ് ബൈ ഇത് നോക്കിയാൽ അറിയാലോ, ഇവിടെ എന്താണ് 2 കോസ് 6x കോസ് x 2 കോസ് 6x കോസ് x പ്ലസ് ഇവിടെ എന്ത് തന്നെയാണ് 2 കോസ് 6x കോസ് 3x വരും അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 ഔട്ട് സൈഡ് എടുക്കാമല്ലോ. 2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. 2 വേറെ എന്തോ കൂടെ ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. ഇവിടെ സൈൻ 6x രണ്ടിലും കോമൺ അല്ലേ, അപ്പോൾ ഞാൻ സൈൻ 6xും കൂടെ കോമൺ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 2 സൈൻ 6x ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കോസ് x പ്ലസ് അവിടെ എന്ത് വരും, കോസ് 3x വരും ഡിവൈഡഡ് ബൈ താഴെയും എന്തെനിക്ക് ഔട്ട് സൈഡ് എടുക്കാം, കോസ് 6x ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. 2 കോസ് 6x ഔട്ട് സൈഡ് എടുത്താൽ കോസ് x പ്ലസ് കോസ് 3x വരും. അപ്പോൾ എനിക്കിത് രണ്ടും ക്യാൻസൽ ചെയ്യാലോ.
ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 ക്യാൻസൽ ചെയ്യാം. സൈൻ 6x ബൈ കോസ് 6x എന്ന് വരും. അപ്പോൾ സൈൻ 6x ഡിവൈഡഡ് ബൈ കോസ് 6x എന്താണ്? ടാൻ 6x ആണ്. ഇതാണ് നമ്മളെ RHS. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് LHSൽ തുടങ്ങിയിട്ട് RHSലെത്തി. സോ ഇതാണ് പ്രൂഫ്. നെക്സ്റ്റ്, സൈൻ 3x പ്ലസ് സൈൻ 2x മൈനസ് സൈൻ x ഈക്വൽ ടു എന്താണ്? 4 സൈൻ x കോസ് x ബൈ 2 കോസ് 3x ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് സൈൻ 3x അവിടെ ഇരിക്കട്ടെ, ഇത് രണ്ടും കൂടെ ചെയ്ത് നോക്കാം. സൈൻ 2x മൈനസ് സൈൻ x എന്താണെന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ LHS വരും എന്ത്? സൈൻ 3x പ്ലസ് സൈൻ 2x മൈനസ് സൈൻ x, അത് ചെയ്ത് നോക്കാം. സൈൻ എ മൈനസ് സൈൻ ബി എന്തായിരുന്നു? മൈനസ് വരുമ്പോൾ കോസ് എടുക്കണം. ഓക്കെ, ഫസ്റ്റ് കോസ് എടുക്കണം. അപ്പോൾ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ദിസ് ഇംപ്ലൈസ് സൈൻ 3x പ്ലസ് ഇവിടെ 2 കോസ് 3x ബൈ 2 സൈൻ എക്സ് ബൈ 2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇതേപോലെ ആക്കാമല്ലോ. സി, ഇത് സൈൻ 3x അല്ലേ? സൈൻ 3x എനിക്ക് സൈൻ 2 ഇൻറ്റു 3x ബൈ 2 എന്ന് എഴുതാമല്ലോ. ഈ സൈൻ 3xന് ഞാൻ സൈൻ 2 ഇൻറ്റു 3x ബൈ 2 എന്ന് എഴുതി. അപ്പോൾ എന്ത് വന്നു? 2 കട്ടായി 3x തന്നെ വന്നു. പ്ലസ് ഇവിടെ ഉള്ള ബാക്കി എന്താണ്? 2 കോസ് 3x ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് ബൈ 2. അപ്പോൾ ഇത് നമ്മൾ സൈൻ 2x ആണല്ലോ. സൈൻ 2x നമ്മൾ പഠിച്ചതാണ് എന്ത്? 2 സൈൻ എക്സ് കോസ് എക്സ് ആണെന്ന് അറിയാം. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ 2 സൈൻ എക്സ് ബൈ 2 അല്ല, 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ സൈൻ 2x ആണ് അല്ലേ? സൈൻ 2x ആണ്. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തു? 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതി. 2 സൈൻ എക്സ് കോസ് 3x ബൈ 2 പ്ലസ് 2 കോസ് 3x ബൈ 2 സൈൻ എക്സ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ 2 സൈൻ 3x ബൈ 2 ഉണ്ട് അല്ലേ? അതേപോലെ കോസ് 3x ബൈ 2 ഉണ്ട്. ഇതിൽ വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇവിടെ നമുക്ക് 2 കോസ് 3x ബൈ 2 കോമൺ ആണ്. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 കോസ് 3x ബൈ 2 ഞാൻ കോമൺ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 2 കോസ് 3x ബൈ 2 വന്നു കഴിഞ്ഞാൽ സൈൻ 3x ബൈ 2 പ്ലസ് ബാക്കി എന്താ ഉള്ളത്? സൈൻ എക്സ് ബൈ 2 ഉണ്ട് അല്ലേ? സൈൻ എക്സ് ബൈ 2. ഈ സൈൻ എ പ്ലസ് സൈൻ ബി അഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ എ പ്ലസ് സൈൻ ബി നമുക്കറിയാം 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ 2 സൈൻ, ഇവിടെ ഔട്ട് സൈഡുള്ള അതിന് അങ്ങനെ തന്നെ എഴുതണം. 2 കോസ് 3x ബൈ 2 ഇൻറ്റു 2 കോസ് 3x ബൈ 2 സൈൻ എ പ്ലസ് സൈൻ ബി 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 3x ബൈ 2 പ്ലസ് 2x. അപ്പോൾ 3x ബൈ 2 പ്ലസ് എക്സ് ബൈ 2. അപ്പോൾ 4x ബൈ 2. അപ്പോൾ എന്ത് വരും? സൈൻ 4x ബൈ 2 ബൈ 2 കോസ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 3x മൈനസ് എക്സ്. 3x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x. 2x ബൈ 2 ബൈ 2. 2x ബൈ 2 ഡിവൈഡഡ് ബൈ 2 വന്നല്ലോ. ഇതെന്തായിരിക്കും വരിക? ദിസ് ഈക്വൽ ടു 2 കോസ് 3x ബൈ 2 2 സൈൻ ഈ 4x ബൈ 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2x ബൈ 2 എക്സ് വരും അല്ലേ? എക്സ് കോസ് എക്സ് ബൈ 2.
ഇവിടെ 2 × 2 4 വരും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 2 × 2 4 cos 3x/2 sin x cos x/2. അതല്ലേ നമ്മൾ RHS. ദാ 4 sin x ഉണ്ട്, cos x/2 ഉണ്ട്, cos 3x/2. ഇതാണ് എന്ത് RHS. So we got the proof. Next question. Find sin x/2, cos x/2 and tan x/2 in each of the following. അപ്പോൾ ഞാനിവിടെ sin x/2, cos x/2, tan x/2 കാണണം. എന്താണ് തന്നിട്ടുള്ളത്? tan x = -4/3 ആണ് തന്നിട്ടുണ്ട്. x in quadrant 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ quadrant 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വരച്ചു. ഇതല്ലേ quadrant 2 ആണല്ലോ. അതവിടെ നിൽക്കട്ടെ. അവിടെ എന്താണുള്ളത്? എക്സ് ആണുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള എക്സ് എവിടെയാണ്? എക്സ് ഇൻ ക്വാഡ്രൻറ്റ് 2 ഇംപ്ലൈസ് ക്വാഡ്രൻറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് π/2 അല്ലേ, ഇത് പൈ അല്ലേ, ഇത് 3π/2 ആണ്. അപ്പോൾ നമുക്ക് π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയാലോ. π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x/2 എവിടെയായിരിക്കും? ദിസ് ഇംപ്ലൈസ് π/2 ലെസ് ദാൻ x/2 ലെസ് ദാൻ π/2/2 എന്നുള്ളത് π/4 ആവും. ഓക്കെ, π/4 ലെസ് ദാൻ x/2 ലെസ് ദാൻ π/2 എന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി? x/2 എവിടെയാണ്? x/2 എന്നുള്ളത് π/4ൻ്റെയും π/2ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ x/2 ഇവിടെയും വരാം അല്ലേ. π/4 എന്നുള്ള 45 ആണ്. 45ൻ്റെയും 90ൻ്റെയും ഇടയ്ക്കാണ് എന്ത്? x/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x/2 ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കിട്ടി. എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും x/2 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുമാണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് sin x/2 കണ്ടുപിടിക്കണം, cos x/2 കണ്ടുപിടിക്കണം, tan x/2 കണ്ടുപിടിക്കണം. അപ്പോൾ tan x തന്നിട്ടില്ലേ? അപ്പോൾ നമുക്കറിയാം 1 + tan സ്ക്വയർ x എന്താണ്? sec² x ആണെന്ന് അറിയാം. ആണല്ലോ, sec² x ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഈ 1 + tan സ്ക്വയർ x ഞാൻ ചെയ്യാൻ പോവാണ്. 1 + tan എന്തായിരുന്നു? -4/3. 1 + tan സ്ക്വയർ x ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 + 16 / 9 25 / 9. അപ്പോൾ എന്ത് കിട്ടി? sec² x = 25 / 9. ദിസ് ഇംപ്ലൈസ് sec x എന്ത് വരും? sec² x 25/9 ആണ്. അപ്പോൾ sec x എന്തായിരിക്കും? 5/3 ആയിരിക്കും. സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയല്ലോ. പിന്നെ ഈ എക്സ് എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് എക്സ്. അപ്പോൾ ഈ എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാകുമ്പോൾ അവിടെ കോസ് നെഗറ്റീവ് ആണ് നമുക്കറിയാം അല്ലേ. ASTC ആയിരുന്നില്ലേ, ASTC. അപ്പോൾ ഇവിടെ സൈൻ ആയിരുന്നു പോസിറ്റീവ്. അപ്പോൾ ഈ സൈൻ പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് കോസ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും? സീക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ദിസ് ഇംപ്ലൈസ് cos x = -3/5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? cos x/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ cos x-നെ ഞാൻ cos 2 × x/2 എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? cos 2x-ൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ cos 2x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? cos 2x എന്നുള്ളത് 2 cos square x - 1. അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. 2 cos square x/2 - 1 എന്നുള്ളത് അപ്ലൈ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 cos square x/2 - 1 = എന്താണ്? -3/5. 2 cos square x/2 - 1 = -3/5 ആണല്ലോ. -3/5. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 cos square x/2 =
1 - 3/5 അല്ലേ, 2/5 എന്ന് കിട്ടി. അപ്പോൾ cos സ്ക്വയർ x/2 എന്തായിരിക്കും, 2/10 ആയിരിക്കും. ഓക്കെ, 2/10 കിട്ടി. cos x/2 എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 2/10. അപ്പോൾ റൂട്ട് ഓഫ് 2/10 കിട്ടി. എന്ത്, cos x/2. ആൻഡ് cos x/2 നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസ് ഓൾ പോസിറ്റീവ് ആണ് അല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആണ്, അപ്പോൾ കോസും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് cos x/2 സ്ക്വയർ റൂട്ട് ഓഫ് 2/10 കിട്ടി. ഇനി നമുക്ക് sin x/2 കാണാം. sin x/2 എന്താണ്, 1 - cos സ്ക്വയർ x/2. ഓക്കെ, അപ്പോൾ ഞാൻ sin x/2 ഈക്വൽ ടു 1 - cos സ്ക്വയർ x/2 എന്തായിരുന്നു, cos സ്ക്വയർ x/2 2/10 ആയിരുന്നു. 1 - 2/10 ചെയ്തു. അപ്പോൾ എന്ത് വരും, 10 - 2 എന്നുള്ളത് 8/10 വരും. അപ്പോൾ എന്ത് കിട്ടി, sin x/2 ഈക്വൽ ടു sin സ്ക്വയർ x/2 ആയിരിക്കും അല്ലേ, sin സ്ക്വയർ x/2 അല്ലേ, sin സ്ക്വയർ x/2 ആണ്, 8/10 കിട്ടി. അപ്പോൾ sin x/2 എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് 8/10 അല്ലെങ്കിൽ 2√2 ഡിവൈഡഡ് ബൈ √10 അല്ലെങ്കിൽ 2/√5 എന്ന് കിട്ടും. എന്ത്, sin x/2, അതും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ 2/√5 എന്ന് കിട്ടി. ഇനി സൈൻ കിട്ടി, ഇനി എന്ത് കിട്ടണം, tan x/2. അതെന്തായിരുന്നു, sin x/2 ഡിവൈഡഡ് ബൈ cos x/2 ആയിരുന്നു. അപ്പോൾ sin x/2 എന്താണ്, 2/√5 ഡിവൈഡഡ് ബൈ cos x/2 എന്തായിരുന്നു, √2/10. ഈ √2/10 എനിക്ക് 1/√5 എന്ന് എഴുതാമല്ലോ, 10 എനിക്ക് √2 × √5 എന്ന് എഴുതാം. സോ ദിസ് ഇസ് 1/√5. ആ 1/√5 ഞാൻ കൊടുത്തു, 1/√5. അപ്പോൾ എന്ത് കിട്ടി, 2/1, 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടാനും കോട്ട് വേണ്ട, ടാനും സൈനും കോസും കിട്ടും. ഓക്കെ, അത് എഴുതി വെക്കണം കേട്ടോ. ഫസ്റ്റ് sin x/2 ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് sin x/2 ഈസ് ഈക്വൽ ടു എന്തെഴുതണം, 2/√5. അതേപോലെ cos x/2 എന്തെഴുതണം, 1/√5 ആൻഡ് tan x/2 ഈക്വൽ ടു 2. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കൺക്ലൂഷനായിട്ട് എഴുതി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്താണ്, cos x ഈക്വൽ ടു -1/3 x ഇൻ ക്വാഡ്രൻറ്റ് 3. അപ്പോൾ ഞാൻ ക്വാഡ്രൻറ്റ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. തേർഡ് ക്വാഡ്രൻറ്റിലാണ് എന്ത്, തേർഡ് ക്വാഡ്രൻറ്റിലാണ് നമ്മളെ എക്സ് ഉള്ളത്. ASTC. ഓക്കെ, ASTC. അപ്പോൾ നമുക്ക് ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ് എന്ന് കിട്ടി. ഇനി എന്താ തന്നിട്ടുള്ളത്, എക്സ് ഈസ് ഇൻ ക്വാഡ്രൻറ്റ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എവിടെയാണ്, ക്വാഡ്രൻറ്റ് 3. ക്വാഡ്രൻറ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ, ഇവിടെ അല്ലേ. അപ്പോൾ ഇത് പൈൻ്റെയും 3π/2ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് π/, ഇല്ല, π < x < 3π/2 എന്ന് എഴുതാം. അപ്പോൾ x/2 എവിടെയായിരിക്കും, ദിസ് ഇംപ്ലൈസ് x/2. x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 < x/2 3π/4. ഓക്കെ, അപ്പോൾ ഇത് ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കിട്ടി എന്ത്, നമ്മളെ x/2 ബിലോങ്സ് ടു ക്വാഡ്രൻറ്റ് 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ്, x/2 ബിലോങ്സ് ടു ക്വാഡ്രൻറ്റ് 3 അല്ല, ക്വാഡ്രൻറ്റ് 2 ആണല്ലോ, ക്വാഡ്രൻറ്റ് 2 നിന്ന് കിട്ടി. ഇനി എന്ത് വേണം, cos x ഈക്വൽ ടു -1/3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് cos 2x ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാമല്ലോ. cos 2x എന്തായിരുന്നു, cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ cos 2x/2 എന്ന് എഴുതണം അല്ലേ. cos x-നെ എനിക്ക് എന്ത് എഴുതാം, cos 2x/2 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു cos x ആണല്ലോ, cos x എന്തായിരുന്നു, -1/3.
അപ്പോൾ കോസ് 2 ഇൻറ്റു എക്സ് ബൈ ടുവിനെ നമുക്ക് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ദിസ് ഇംപ്ലൈസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1/3. ദിസ് ഇംപ്ലൈസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഈക്വൽ ടു 1 മൈനസ് 1/3 ഈക്വൽ ടു 2/3. അപ്പോൾ എന്ത് കിട്ടി? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് 2/3 എന്ന് കിട്ടി. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്തായിരിക്കും? കോസ് സ്ക്വയർ എക്സ് ബൈ 2 വിൽ ബി ഈക്വൽ ടു 1/3. അപ്പോൾ കോസ് എക്സ് ബൈ 2 എന്ത് കിട്ടും? കോസ് എക്സ് ബൈ 2 ഈക്വൽ ടു കോസ് എക്സ് ബൈ 2 എന്നുള്ളത് റൂട്ട് ഓഫ് 1/3 അല്ലെങ്കിൽ 1/√3 എന്ന് കിട്ടും. അപ്പോൾ ഈ 1/√3 എന്ത് കിട്ടി? കോസ് എക്സ് ബൈ 2 കിട്ടി. ഇനി സൈൻ എക്സ് ബൈ 2 കിട്ടുമല്ലോ. സൈൻ എക്സ് ബൈ 2 എന്താണ്? നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആയിരുന്നു. കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്താണ്? 1/3 ആണ്. 1 മൈനസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2/3 ആണ്. അപ്പോൾ സൈൻ എക്സ് ബൈ 2 എന്ത് കിട്ടും? √2/√3. സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ? എക്സ് ബൈ 2 എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ ഇത് പ്ലസ് ആയിരിക്കും. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് ടാൻ കിട്ടുമല്ലോ. ടാൻ എക്സ് ബൈ 2 എന്തായിരിക്കും? സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2. അപ്പോൾ സൈൻ എക്സ് ബൈ 2 എന്തായിരുന്നു? √2 ഡിവൈഡഡ് ബൈ √3. കോസ് എക്സ് ബൈ 2 എന്തായിരുന്നു? കോസ് എക്സ് ബൈ 2 എന്നുള്ള 1/√3. അപ്പോൾ എന്ത് കിട്ടി? √2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? സൈനും കോസും ടാനും കിട്ടി. അപ്പോൾ എഴുതി വെക്കണം. സൈൻ എക്സ് ബൈ 2 ഈക്വൽ ടു, അതേപോലെ കോസ് എക്സ് ബൈ 2 ഈക്വൽ ടു ടാൻ എക്സ് ബൈ 2. ഇതൊക്കെ എന്താ കിട്ടിയത്? സൈൻ എക്സ് ബൈ 2 എന്നുള്ളത് 1/√3 √2/√3 കിട്ടി അല്ലേ? 1/√3 √2 അല്ല, തിരിച്ച് സൈൻ നമുക്ക് √2/√3 കിട്ടി. ഇത് 1/√3 എന്ന് കിട്ടി. ഇത് √2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കണം. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് എക്സ് ഇൻ ക്വാഡ്രൻറ്റ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ് വരയ്ക്കാൻ പോവാണ്. അതെവിടെയാണ്? ക്വാഡ്രൻറ്റ് 2ലാണ്. എക്സ് ബൈ 2 എന്നുള്ളത് അപ്പോൾ എവിടെയായിരിക്കും? ക്വാഡ്രൻറ്റ് 1ലായിരിക്കും അല്ലേ? നോക്കാം. ഇവിടെ നമുക്ക് ക്വാഡ്രൻറ്റ് 2 ആണ്. അപ്പോൾ π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് കിട്ടും. അപ്പോൾ π/4 ലെസ് ദാൻ എക്സ് ബൈ 2 ലെസ് ദാൻ π/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബൈ 2 എന്നുള്ളത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് കിട്ടി. എക്സ് എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് കിട്ടി. പിന്നെന്താ വേണ്ടത്? സൈൻ എക്സ് ബൈ 2 തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ എക്സ് ബൈ 2 അല്ല, സൈൻ എക്സ് തന്നിട്ടുണ്ട്. സൈൻ എക്സ് ഈക്വൽ ടു 1/4 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ് കിട്ടും. കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 മൈനസ് 1/16 അല്ലെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. അപ്പോൾ കോസ് എക്സ് എന്തായി? കോസ് എക്സ് ഇസ് ഈക്വൽ ടു √15 ഡിവൈഡഡ് ബൈ 16. എക്സ് ഇൻ ക്വാഡ്രൻറ്റ് 2. ക്വാഡ്രൻറ്റ് 2ൽ സൈനാണ് പോസിറ്റീവ്, അപ്പോൾ കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോസ് എക്സ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ കോസ് 2x കൊടുക്കാമല്ലോ. 2 ഇൻറ്റു എക്സ് ബൈ 2 കൊടുത്തു. അപ്പോൾ കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 അല്ലേ? അപ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1നെ ഞാൻ എന്ത് വിളിച്ചു? മൈനസ് √15 ഡിവൈഡഡ് ബൈ 4 അല്ലേ? √16 4 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഈക്വൽ ടു 1 മൈനസ് √15 ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിൽ ഇതെന്താണ്? 4 മൈനസ് √15 ഡിവൈഡഡ് ബൈ 4 ആണെന്ന് കിട്ടി. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് എന്ത് വരും? 4 മൈനസ് √5 അല്ല, √15 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഇനി കോസ് എക്സ് ബൈ 2 എന്ത് വരും? √4 മൈനസ് √15 ഡിവൈഡഡ് ബൈ 8. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ലേ എക്സ് ബൈ 2? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എന്താണ്? ഓൾ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണ്. ഇനി എന്ത് വേണം? സൈൻ എക്സ് ബൈ 2 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കിട്ടും. അതെന്താണ്? 1 മൈനസ്
കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ 1 മൈനസ് 4 മൈനസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ 8 മൈനസ് 4 8 മൈനസ് 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കിട്ടും. അപ്പോൾ 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8 ആണ് എന്ത്? സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8 ആണ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ സൈൻ എക്സ് ബൈ 2 എന്ത് വരും? റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 5 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, എക്സ് ബൈ 2 എന്നുള്ള ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണല്ലോ, അപ്പോൾ ഇത് പോസിറ്റീവ് ആണെന്ന് അറിയാം. ഇനി ടാൻ എക്സ് ബൈ 2 എന്ത് വരും? റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 5 ബൈ 8 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 റൂട്ട് ഓഫ് 4 മൈനസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8. റൂട്ട് ഓഫ് 4 മൈനസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 മൈനസ് റൂട്ട് 5. ഓക്കെ, അപ്പോൾ സൈൻ കോസ് ടാൻ കിട്ടിയല്ലോ. നമുക്ക് എഴുതാൻ പറ്റും സൈൻ എക്സ് ബൈ 2 ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8. അതേപോലെ കോസ് എക്സ് ബൈ 2 എന്താണ്? റൂട്ട് ഓഫ് 4 മൈനസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ 8. ആൻഡ് ടാൻ എക്സ് ബൈ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 മൈനസ് റൂട്ട് 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. താങ്ക്